എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റായ ഒരുപാട് തെരഞ്ഞെടുപ്പുകളും ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. അതായത് നേരെ കടകവിരുദ്ധമായിട്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്ന തെരഞ്ഞെടുപ്പുകളും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ സാധ്യത വെച്ച് നോക്കുകയാണെങ്കിൽ LDFന് വലിയ തോതിലുള്ള തിരിച്ചടി വലിയ തോതിൽ ഇല്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ UDF നേരിയ ഒരു ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ നമുക്ക് തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ, ഈ എക്സിറ്റ് പോളുകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇതൊന്നും CPMകാരോ അങ്ങനെയുള്ള ആളുകളോ ഒന്നും വിശ്വസിക്കുകയുമില്ല. അവർ ഇതിനെതിരെ തിരിയുകയും ചെയ്തു. കാരണം ഇവർ തോറ്റു എന്ന് ഇവരെ വിശ്വസിപ്പിക്കുക, ഇവരെ ബോധ്യപ്പെടുത്തുക ആണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. ഇനിയിപ്പോൾ LDF അല്ല തോറ്റത്, അല്ലെങ്കിൽ CPM അല്ല തോറ്റത്, ജനങ്ങളാണ് തോറ്റത് എന്ന് പണ്ട് M സ്വരാജ് പറഞ്ഞതുപോലെ ജനങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ നറേറ്റീവിനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം AR റഹീമൊക്കെ വലിയ കാര്യമായിട്ട് പഴയ ചില എക്സിറ്റ് പോൾ ഫലങ്ങളുടെയൊക്കെ, അതായത് തെറ്റിപ്പോയ എക്സിറ്റ് പോൾ ഫലങ്ങളുടെയൊക്കെ ചില ചിത്രങ്ങളൊക്കെ നൽകിക്കൊണ്ട് ചില പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ശരിക്കും പരാജയം മണത്തിരിക്കുന്നു LDF എന്നുള്ളതാണ്. പിന്നെ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. അതിപ്പോൾ സർക്കാരിന് അനുകൂലമായിട്ടല്ലേ അവർ കൊടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ B അശോകിന് പറ്റിയതുപോലെ ഇൻ്റലിജൻസ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഡയറക്ടർക്ക് എതിരെ പ്രതികാര നടപടി വന്നാലോ എന്ന് ഭയന്നായിരിക്കാം ചിലപ്പോൾ അവർ അത് കൊടുത്തിരിക്കുക. എന്തൊക്കെയായാലും LDF വന്നാലും UDF വന്നാലും കേരളത്തിലെ ജനങ്ങളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. കോടിക്കണക്കിന് രൂപ കടബാധ്യതയാണ്. കിഫ്ബിയിൽ നിന്നും എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കടമെടുത്തിരിക്കുകയാണ്. ഇവിടെ കൃത്യമായി ക്ഷേമ പെൻഷനുകളോ അതുപോലെ ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളോ പ്രോജക്റ്റുകളോ ഒന്നും നടപ്പിലാകുന്നില്ല. എക്സിറ്റ് പോൾ എന്തായാലും ഫലമെന്തായാലും അനുഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങളായിരിക്കും. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? 10 പൈസ ഇല്ലാത്ത, പണ്ട് AK ആൻ്റണി പറഞ്ഞതുപോലെ 10 പൈസയില്ല, സ്ഥിതി അതീവ ഗുരുതരമാണ്, പൈശാചികമാണ് എന്ന് പറയുന്നത് പോലെ UDFൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ UDFൻ്റെ നേതാക്കളോ പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുപോലെയുള്ള വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് അതിൻ്റെ ആ ഒരു ഫലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ചില തിരിച്ചടികളെക്കുറിച്ച് വലിയ ബോധ്യമില്ല. വലിയ തോതിലുള്ള തിരിച്ചടി, സാമ്പത്തികമായ തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾക്ക് പല രീതിയിൽ പലതരത്തിൽ ഉണ്ടാകാം. അതിനുള്ള എല്ലാ സാധ്യതയും തെളിയിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ LDF സർക്കാർ, CPM സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ടും ഞങ്ങൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇവർക്കൊന്നുകൂടി അധികാരത്തിൽ വരണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല എന്ന് തോന്നും പലപ്പോഴും. കാരണം വന്നു കഴിഞ്ഞാൽ ഈ വലിയ ബാധ്യത എടുത്ത് തലയിൽ വെക്കണം, വീണ്ടും ധൂർത്ത് നടത്തി ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ട് AR റഹീമിൻ്റെയൊക്കെ ചില ശരീരഭാഷകൾ കണ്ടാൽ ഇനി അവന്മാർ കാലിയായ ഖജനാവുമായിട്ട് കൊണ്ടുപോട്ടെ എന്ന ഒരു ചിന്തയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കായി മണിക്കൂറുകൾ മാത്രം. നമുക്ക് തീർച്ചയായിട്ടും കാത്തിരിക്കാം. ആര് ഭരിച്ചാലും ആര് ഭരണത്തിൽ വന്നാലും കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതിയാണ് ഏറ്റവും കഷ്ടം.